ഹായ്, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കവർ ചെയ്യുന്നത് ഇൻറ്റേർണൽ ലിങ്ക് എന്താണ്, ഇൻറ്റേർണൽ ലിങ്കും ഇൻറ്റേർണൽ ലിങ്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്. ഇത്തവണ ഈ സെക്കൻഡ് പാർട്ടിൽ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട ഇൻറ്റേർണൽ ലിങ്ക് കൃത്യമായിട്ട് ചെയ്യാം. അതായത് എങ്ങനെയാണ് നമ്മുടെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൽ മറ്റൊരു പേജുമായിട്ട് ഇൻറ്റേർണൽ ലിങ്ക് എങ്ങനെയാണ് ഇൻ്റർ കണക്ട് ചെയ്യുന്നതെന്നും കൂടെ ഈ പാർട്ടിൽ നോക്കാം. ഈ ഹോം പേജിൽ എങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് പേജിൻ്റെ ഇൻറ്റേർണൽ ലിങ്ക് കൊടുക്കുകയെന്ന് നോക്കാം. അപ്പോൾ താഴോട്ട് പോവുക, എവിടെയാണോ നമ്മൾ ഇൻറ്റേർണൽ ലിങ്ക് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്താണ് ഇൻറ്റേർണൽ ലിങ്ക് ചെയ്യേണ്ടതെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ താഴെ വന്നിട്ട് ഏത് പോർഷനാണ് ആങ്കർ ടെക്സ്റ്റ് ആക്കേണ്ടതെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആ ഭാഗം മാത്രം കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാനൊരു പോർഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെറ്റിങ്സിൻ്റെ സിമ്പലുണ്ട്, അത് ഓൺ ചെയ്യുക. എന്നിട്ട് എവിടെയാണ് ഏത് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഒരു യൂസർ എത്തിക്കേണ്ടത് ആ പേജിൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് പേജിൻ്റെ ലിങ്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഇൻറ്റേർണൽ ലിങ്ക് കൊടുക്കുമ്പോൾ ഹോം പേജിലെ ഈ ആങ്കർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും കോൺടാക്ട് പേജിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നിലവിലെ ഹോം പേജ് റീപ്ലേസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പൺ ലിങ്കിൻ്റെ ന്യൂ ടാബ് എന്നുള്ള പോർഷൻ ടിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ലിങ്ക് കൊടുക്കുക. ഇനി നമുക്കത് ചെക്ക് ചെയ്യാം, നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ഈ പേജിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന്. അതിന് ഇവിടെ പോയിട്ട് പ്രിവ്യൂ ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പ്രിവ്യൂ ചേഞ്ചസ് നോക്കാം. അതിൻ്റെ താഴോട്ട് പോവുക, അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ കോൺടാക്ട് പേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ഇൻറ്റേർണൽ ലിങ്ക് നമ്മുടെ വെബ് പേജിൽ നിന്ന് തന്നെ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലോട്ട് കൊടുക്കേണ്ടത്.